നമ്മൾ എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ വെറുതെ നിൽക്കുക. ആയപ്പോൾ ഞാൻ ലുലുവിലാണ് വന്നേക്കുന്നത്. എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒന്നിനുമല്ല, വെറുതെ വന്നതാണ്. ഇന്ന് ഹംദുമില്ല. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ എന്തോ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓഫറൊന്നും കണ്ടില്ല. ഇതിപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഓഫറൊക്കെ കഴിഞ്ഞു പോയി. ഇന്നലെ വരെ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഒന്ന് ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ട് വന്നതാണ്. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ വേണ്ടി അങ്ങനൊന്നും വന്നതല്ല, ചുമ്മാ വന്നതാണ്. ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയും നമ്മൾ രണ്ടുപേരും കൂടെ വെറുതെ ലുലുവിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇത് ഞാനിപ്പം മ്യൂട്ട് ചെയ്തേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അപ്പം കോപ്പിറൈറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നത് മ്യൂട്ട് ചെയ്തേക്കാണ്. I'm not falling. I'll push all my chips and call all in. I'll bet on myself, you keep stalling. I hear destiny and it's calling. I'll keep my head up. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പം സാധനങ്ങൾ വാങ്ങാൻ വരുന്നതിനേക്കാളും ആൾക്കാർ വെറുതെ ഇങ്ങനെ നടന്ന് കണ്ടിട്ട് പോകുന്ന ഒരു രീതിയാണ് കൂടുതൽ കാണുന്നത്. അല്ലാതെ ഇത് വാങ്ങാൻ വേണ്ടി വളരെ കുറച്ച് ആൾക്കാരെ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് എ സിയിലൊക്കെ ഇരുന്ന് ഒന്ന് ഒരു പാർക്ക് പോലെ ആയിട്ടുണ്ട്, ഒന്ന് ചില്ല് ചെയ്തിട്ടൊക്കെ പോവാം, പിന്നെ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാണ് കൂടുതൽ ആൾക്കാർ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാർ ഒരുപാടുണ്ട്, പക്ഷെ ആരും ഷോപ്പിൽ അതായത് ഈ കടയുടെ അകത്ത് ഒരു പർച്ചേസ് ചെയ്യുന്നതൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ ചുമ്മാ നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം കട്ട് ഫ്രൂട്ട്സാണ്. അതായത് ജോലിക്കൊക്കെ പോയിട്ട് പിന്നെ ഇതൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്കുള്ളതാണ്. നമ്മളെപ്പോലെ ഉള്ളവർക്കൊന്നും ഉള്ളതല്ല. പിന്നെ എനിക്കൊന്നും സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ എളുപ്പമാണ് ഇങ്ങനത്തേത്. അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറേ നിങ്ങൾക്കറിയാമല്ലോ, ലുലുവിൻ്റെ ഈ സൈഡിൽ കുറേ പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിന് തന്നെ അപ്പുറം ബാക്ക് സൈഡിലാണ് ഈ ഫിഷ് മാർക്കറ്റ്. ഫിഷിൻ്റെ കുറേ ഉണ്ട്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചതും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ഇതൊന്നും കട്ട് ചെയ്യാനും പിന്നെ ഇതൊക്കെ പുരട്ടിയെടുക്കാനും ഒക്കെ ഒരുപാട് സമയം എടുക്കില്ലേ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ മീനിന് തൂക്കത്തിനനുസരിച്ചുള്ള പ്രൈസ് കൊടുക്കണം. ഇതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രാമിനനുസരിച്ചുള്ളത് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് ആവശ്യമുള്ളവർക്ക് കുറച്ച് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും എനിക്ക് ഈ കാളാഞ്ചി മീൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാളാഞ്ചി മീൻ ഇല്ല എന്ന് പറഞ്ഞു.
തീയതി 9-ാം തീയതിയാണ്. 8-ാം തീയതി വരെ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വന്നിട്ട് ഓഫറൊന്നും കണ്ടില്ല. വാ കഴിക്കാൻ പോ. ഇനി ഫുഡ് ഐറ്റംസിനൊന്നും ഓഫറൊന്നും ഞാൻ കണ്ടില്ല. ഇനി മുകളിലും കയറി നോക്കട്ടെ, അവിടെ വല്ല ഓഫർ ഉണ്ടെങ്കിൽ കാണിച്ചു. 450 289 ഉള്ളൂ. ഇത് കൊള്ളാം. പക്ഷേ ഇതൊക്കെയാണ് തോന്നുന്നു ഓഫർ ഇട്ടേക്കുന്നത്. പക്ഷെ ഭയങ്കര ആളിനെയൊന്നും കാണാനില്ല. ഓ കുക്കർ കൊള്ളാം. ഞാനൊരു കുക്കർ വാങ്ങിക്കണമെന്ന് വിചാരിക്കും. ഫ്രൈ പാൻ വേണ്ട, ഉണ്ട്. ഇവിടെ കുറേ ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇരിക്കണം. എൻ്റെ പൊന്നോ, ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട, അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച്. ഇത് ഏത് മിൽമ ഐസ്ക്രീം സ്പാനിഷ് ഡിലൈറ്റ് സൂപ്പറാണ്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എൻ്റെ ഈ ഐസ്ക്രീമിൻ്റെ ഒരു അടിപൊളി. ഇത് നല്ലതാണ്. ഞാൻ പിന്നെ ഇത് വാങ്ങിച്ച്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി വല്ലതും വാങ്ങാം. പക്ഷെ രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലൊരു രസമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു പ്രത്യേക സുഖം. ആളുണ്ട്, എന്നാൽ ഭയങ്കര തിരക്കുമില്ല. എൻ്റെ കൂടെ വന്ന ആൾ എന്ത് ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അടക്കുകയാണ്. എന്ത് നോക്കിക്കേ, കപ്പയും ന്യൂഡിൽസ് വേണ്ട അല്ലേ? അവിടെ നിന്ന് ഇവിടെ വരാമെന്ന് വെറുതെ ന്യൂഡിൽസ് കഴിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുറേ സമയം തപ്പി ലാസ്റ്റ് പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, പിന്നെ എന്തോ ഒരു ബിരിയാണി വാങ്ങിച്ചു. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനാണെങ്കിൽ ശരിക്കും വെറൈറ്റി എല്ലാ ദിവസവും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് ലാസ്റ്റ് ഹൈദരാബാദി ബിരിയാണി വെച്ചു. Ice in my veins, I've been driving this train. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play how I like, rearranged it to my own domain. Yeah, I got what it takes, made lots of mistakes, taking shots, skipping breaks, feeling lost, feeling great, popping off, singing straight, never stopped, never changed. All the squad here to play and I've got something to say, yeah. I work hard each and every day, I get lost in the words I say. I don't push pause, no I push play. I won't stop till I make a change. I withdraw on the things I make. I turn flaws into flawless traits. I build tall, never capped in space. I won't stop till I hear him say need a cup of blend, that's right. In the AM, that's my only friend. No light, just the sun coming up on the horizon. I lose track of time, yeah. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ വാങ്ങി. ഇനി നമ്മൾ ഞാൻ ബോറടിച്ചിരുന്നോണ്ടാണ് ഞാൻ വന്നത്. അപ്പം ബോറടി ഇപ്പം കുറേശ്ശെ മാറി വരുന്നു. ഇതാരത്? ഇതല്ലേ എൻ്റെത്? മന്തിയല്ലേ? ഞാൻ മന്തി കഴിക്കാൻ പോവുകയാണ്. പകുതി അല്ല, ഞാൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. അത് മന്തിയാണ്. പകുതി എനിക്ക് അതിന് തരുമെന്ന് വിശ്വസിക്കുന്നു. പകുതി എല്ലാം ഫുള്ളായിട്ട് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കും. കാരണം എനിക്ക്
അത്ര നല്ല ഇതിലല്ല ഞാൻ. പിന്നെ ഇത് കഴിക്കും. സത്യത്തിൽ കാണുന്നത് വരെ എനിക്ക് വട്ടാണെന്ന്. ചെറിയൊരു വട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വട്ടോട് കൂടി ഞാൻ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇങ്ങനെ അടുത്ത് എങ്ങോട്ടിട്ടാണ് പോകുന്നത്? അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ വെറുതെ നിൽക്കുക. പക്ഷെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ആരുമില്ല അവിടെ. സോറി, ഇന്ന് അവധി ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ആരുമില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറേ പേര് എനിക്ക് തോന്നുന്നു വെറുതെ വീട്ടിലിരുന്ന് മടുത്ത് വന്ന് അങ്ങനെ വരുന്നവരാണെന്ന് തോന്നുന്നു എന്നെപ്പോലെ. ജോലിക്കൊക്കെ പോയി കട്ടായിട്ട്, അതായത് ജോലിക്കൊക്കെ പോയി മടുത്തിട്ട് ഒരു ദിവസം ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അല്ലാതെ പ്രത്യേകിച്ച് ആരും ഇവിടെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എല്ലാവരും വെറുതെ ഇരിക്കുന്നു. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും അവിടെ അവിടെ ഇരിക്കുന്നു. പക്ഷെ ഷോപ്പിങ്ങിനൊന്നും ആരും കയറുന്നതൊന്നും കാണാനില്ല. കടകളെല്ലാം ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവരും അവിടെ അവിടെ ഇങ്ങനെ വെറുതെ വന്നതാണെന്ന് തോന്നുന്നു. വെറുതെ വന്നിരിക്കും നമ്മളെപ്പോലെ. എന്താ അവിടെ ചെയ്യുന്നത്? ഇപ്പം എനിക്ക് തോന്നേ ആൾക്കാർ വെറുതെ വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നില്ലേ? പാർക്ക് പോലായി ഇച്ചൊരു പാർക്ക് പോലെ എല്ലാവരും വെറുതെ വന്നിരിക്കുന്നു. അങ്ങനെ സത്യം. നമ്മളും അതുപോലെയാണ് വന്നത്. ആര് എന്തോന്ന് നോക്കുന്നത്? ലൂഡോയാ? ആൾക്കാർ വന്ന് ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുന്നു ഇവിടെ. ഇത് മറ്റേ പറ്റിക്കുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ഒരെണ്ണം കുടിക്കാൻ. വയറിറങ്ങി പോയി. എന്തോ അതെവിടെ അവിടെയാണ് പോകുന്നത്. ഐസ്ക്രീമിന് പേര് പറ. പിന്നെ കൊറിയൻ ഐസ്ക്രീമാ. പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് പറ്റിക്കുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, പേര് പറ. അതിൻ്റെ ഐസ്ക്രീം ഉണ്ട് ഇവിടെ. എവിടെയെന്ന് പറയുമ്പോൾ LGയിൽ താഴെ. അപ്പോൾ അങ്ങനെ പറ്റിക്കുന്ന ഐസ്ക്രീം വേണമെന്നുള്ളൂ. ലുലു വന്നിട്ട് ഏറ്റവും താഴെ വന്നിട്ട് അവിടെ ഉണ്ട് സാധനം. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പിടിക്കും, അവർ തരൂല. അത് ലുലു കണക്റ്റിലാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നത് എനിക്കവിടെ കണ്ടുകൂടാ. വാ. സത്യം പറഞ്ഞാൽ ഇവിടെ മറ്റേ വെറുതെ ഇല്ല, സ്ഥലം കാണാൻ വരുന്ന പോലെയാണ് വരുന്നത്. ആൾക്കാരൊക്കെ ചുമ്മാ കിടന്നു. ഞാൻ പറഞ്ഞില്ലേ ബീച്ചിൽ വരുന്ന, അല്ലെങ്കിൽ ബീച്ചിൽ പാർക്കിലൊക്കെ വരുന്ന പോലെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. വെറുതെ നിങ്ങളെല്ലാവരും വരണം കേട്ടോ. വെറുതെ വന്നിട്ട് ഇവിടെ അങ്ങനെ വെറുതെ ഒന്ന് നിൽക്കണം. ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമുണ്ട് ഇതുപോലെ. വെറുതെ ഒരു പണിയില്ല, വെറുതെ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. നമ്മളെപ്പോലെ വെറുതെ ഒരു പണിയില്ല. വെറുതെ ഫോട്ടോ എല്ലാം എടുത്തേ. എത്ര ഫോട്ടോ എടുത്ത് തരണം? അതാ താഴെ പോവാം. അപ്പോൾ ആ സത്യം ഞാൻ മനസ്സിലാക്കി. ഇവിടെ ഓഫർ ഇന്നില്ല. ഇന്ന് തീയതി എത്ര? ഡേറ്റ് 9-ാം തീയതി. ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒന്നുമില്ല ഇവിടെ ഓഫർ. എല്ലാം സാധാരണ പോലെ അങ്ങനെ. നമ്മൾ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇതാ അടിപൊളി ഡ്രസ്സ് ഇട്ടണ്ട, ഇതിട്ടാൽ ലുക്കായിരിക്കും. സ്റ്റുഡിയോ, അതെ നമ്മൾ നടന്ന് സ്റ്റുഡിയോയിലെത്തി. ഇനി സ്റ്റുഡിയോയിൽ നിന്ന് വല്ലതും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. മിക്കവാറും ഞാൻ ഒന്നും വാങ്ങൂല, വാങ്ങാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി കുറേ ഡ്രസ്സ് വാങ്ങിച്ച്, എന്നിട്ട് സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് വാങ്ങിച്ച് എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി, പിന്നെ ഫ്രൂട്ട് ജ്യൂസിന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതിൽ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I never see clearer. I don't really think anyone. ഞാൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലിരുന്നൊക്കെ മടുത്തിട്ട് കൂളായിട്ട് ജ്യൂസൊക്കെ കുടിച്ച്, ചിലരൊക്കെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വന്ന് സമാധാനമായിട്ട് അങ്ങനെ ഈ സാധനത്തിൽ ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോഴാണ് അവിടെ ചെല്ലാൻ പറഞ്ഞത്. ജ്യൂസ് റെഡിയായിട്ട് ഇതുവരെ ഈ സാധനത്തിൽ ബീപ്പ് സൗണ്ട് കേട്ടില്ല. അപ്പോൾ സ്റ്റുഡിയോയിൽ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്. 899 താഴെയുള്ള ഡ്രസ്സുകളെല്ലാം അടിപൊളി ഇഷ്ടംപോലെ ഉണ്ട്. ഞാനും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല നല്ല അങ്ങനെ നമ്മുടെ ഫുഡ് അല്ല ജ്യൂസ് വന്ന്. ഒരു ജ്യൂസ് എത്ര? 231 കുടിച്ചു നോക്കട്ടെ, കൊള്ളാൻ പോലെ എടുത്തോ. നോട്ട് ബാഡ്. ഷുഗർ ഇട്ടിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഏറ്റവും ബോട്ടം, ഏറ്റവും താഴെ മാംഗോ, രണ്ടാമത് കിടക്കുന്നത് സ്ട്രോബെറിയാണ്, മൂന്നാമത് കിടക്കുന്നത് അവക്കാഡോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം മാംഗോ സ്ട്രോബെറി അവക്കാഡോ ഷേക്ക് ആകും. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ ഹംദുമായിട്ട് കാണുന്നവരേക്കും വണക്കം. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think